കണ്ണൂരിൽ ഒരു സുഹൃത്തിനോട് സംസാരിച്ചതിനാണ് യുവതിക്ക് ജീവനൊടുക്കേണ്ടി വന്നത്. നമ്മുടെ സാക്ഷര കേരളം ഇന്നലെ ഏറെ ഞെട്ടലോട് കേട്ട ഒരു വാർത്തയായിരുന്നു. നടന്നത് ആൾക്കൂട്ട വിചാരണയാണ്. നടപടി എടുത്തേ മതിയാവുകയുള്ളൂ. മണിക്കൂറുകൾ നീണ്ട ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായതിനു ശേഷം ആ യുവതിയോട് സംസാരിച്ച ആ സുഹൃത്തിനെ ഇപ്പോഴും കാണാനില്ല എന്നതാണ് വാസ്തവം. എവിടെ പോയി മറഞ്ഞു? സുരക്ഷിതനായി ഇരിക്കുന്നുണ്ടാവുമോ അദ്ദേഹം എന്നുള്ള ആശങ്കയും നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ സമൂഹത്തിന്, പുരോഗമന കേരള സമൂഹത്തിന് അപമാനമായി മാറിയ ഈ സംഭവം, ഈ വാർത്തയാണ് ഇന്നത്തെ ഈ വാർത്താ ദിനം ഏറെ പ്രാധാന്യത്തോടു കൂടി ന്യൂസ് 18 കേരളം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് വിശദമായി നോക്കാം. കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ജീവനെ ഒടുക്കിയ കേസിൽ ആൺ സുഹൃത്തിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. മയിൽ സ്വദേശിയായ ഇയാളുടെ മൊഴിയെടുക്കാൻ പോലീസ് പലതവണ ശ്രമിച്ചിട്ടും വീട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ യുവാവിനെക്കുറിച്ച് പരാമർശമില്ല. യുവാവിനെ ചോദ്യം ചെയ്യണമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവം നടന്ന ദിവസം റസീന വിഷമത്തിലായിരുന്നുവെന്നും SDPI ഓഫീസിലെത്തിച്ച് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് എന്നും പിതാവ് മുഹമ്മദ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരുന്നു. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ആദ്യം പ്രതികരണത്തിലേക്ക്. യഥാർത്ഥ പ്രതികൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പയ്യനെയും പിടിക്കണം. എന്താണെന്ന് അവളുടെ അടുത്ത് ഒന്നും സ്വർണ്ണമൊന്നും കണ്ടിട്ടില്ല, സ്വർണ്ണമൊന്നും ഇല്ല. ആകെ ഒരു കമ്മലാണ് അവർ അയച്ചു തന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ അവർ ചെയ്യുന്നുണ്ട്, അത് ശരിക്കും കാലിനുള്ള പാദസരം, അത് സ്വർണ്ണമല്ല. വേറെ സ്വർണ്ണമൊന്നും കിട്ടിയില്ല, കഴുത്തിൽ പോലും ഒന്നും കണ്ടില്ല. അപ്പോൾ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇവരേതാണ്ട് ഒരു ഫണ്ട് നടത്തുന്നുണ്ട്, കുറേ സ്ത്രീകൾ കൂടി 1 ലക്ഷത്തിൻ്റെ, അത് 10 മാസത്തേക്കാണ്. അതിൽ 3 ആൾക്കാരെ ഇവിടെ കിട്ടിയിരിക്കുന്നു. ഇനി 2 എണ്ണം ചങ്ങായി എന്നും പറഞ്ഞിട്ടാണ് അതിൽ. അത് ഏതിലാണ് അവരെഴുതി വെച്ച ഇതൊന്നും എനിക്കറിയത്തില്ല. KV ബൈജു കൂടി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഗുഡ് മോർണിംഗ്. നടന്നത് സദാചാര ഗുണ്ടായിസം എന്നതിനപ്പുറം ദുരാചാര ഗുണ്ട ആക്രമണം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കൃത്യമായ നടപടി എടുക്കേണ്ട വിഷയമാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സാക്ഷര കേരളത്തിന്, പുരോഗമന സമൂഹത്തിന് ഏറെ അപമാനകരമായി മാറിയ ഒരു സംഭവമാണ്. ഈ യുവാവിനെ ഇനി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറെ നിർണായകം. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ബൈജു? തീർച്ചയായും ആര്യ, ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഈ സംഭവത്തിൽ ഈ ആൺ സുഹൃത്ത്, അതായത് ഈ സംഭവ സമയത്ത് യുവതിയോടൊപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നത് തന്നെയാണ് ഏറെ ദുരൂഹത ഉയർത്തുന്നത്. ഇയാൾ എവിടെ എന്ന ഒരു ചോദ്യമാണ് ഉയർന്നത്. അതായത് ഈ സംഭവം നടന്നിട്ടിപ്പോൾ 4 ദിവസമായിരിക്കുന്നു. ചൊവ്വാഴ്ചയാണ് യുവതി ആത്മഹത്യ ചെയ്തത്. ഈ യുവാവിനെയും യുവതിയെയും ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയത് ഞായറാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ അത് 6 ദിവസമായിരിക്കുന്നു. എവിടെയാണ് ഈ യുവാവ് എന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസിന് ഉത്തരം കണ്ടെത്താനായിട്ടില്ല. പ്രധാനമായും ഈ യുവാവിനെ കണ്ടെത്തിയാൽ മാത്രമേ, ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ കേസിലെ ദുരൂഹതകൾ അത് മുഴുവൻ കണ്ടെത്താൻ സാധിക്കൂ. കാരണം ഇപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പിൽ റസീന കൃത്യമായി കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. അതായത് ഈ ആൾക്കൂട്ട വിചാരണ നേരിടുന്നു, അതിൽ മനം നൊന്താണ് താൻ ആത്മഹത്യ ചെയ്തത്. അത് മാത്രമല്ല, ഇത്ര ആളുകളാണ് തന്നെ ഈ രീതിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഉണ്ടായിരുന്നത്, തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിനെയും ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ റസീന കൃത്യമായി എഴുതുകയും അത് തൻ്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചതിനായിരുന്നു ആത്മഹത്യ ചെയ്ത സമയത്ത് ആ ആത്മഹത്യക്കുറിപ്പുണ്ടായിരുന്നത്. അതായത് അത് മറ്റാർക്കെങ്കിലും ലഭിച്ചാൽ അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൃത്യമായ കൈകളിലെത്താൻ, അത് കൃത്യമായി പോലീസിന്റെ കൈകളിലെത്താൻ അത്തരത്തിൽ വളരെ കൃത്യമായ ഒരു ആത്മഹത്യക്കുറിപ്പായിരുന്നു റസീന എഴുതിയത്. പക്ഷേ ഇന്നലെ രാവിലെ നമ്മൾ കണ്ടത് ഇവരുടെ മാതാവ്, ഇവരുടെ കുടുംബം ഒക്കെ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ പ്രതികളല്ല, ഇത് ആൾക്കൂട്ട വിചാരണയല്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ മാതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്താണ് ഈ കേസിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? എവിടെയാണ് ഇതിൽ സമ്മർദ്ദം ഉണ്ടാകുന്നത്? ഇതൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതിൽ ഈ യുവാവിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായിരിക്കുന്നു ഈ യുവാവിനെ കണ്ടെത്താൻ കഴിയാതെ. നിരവധി തവണ ഇയാളുടെ മയ്യലിലെ വീട്ടിൽ പോയെങ്കിലും ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഞായറാഴ്ചയാണ് ഇയാൾ ഏറ്റവും ഒടുവിലായി വീട്ടിലെത്തിയത്. അതായത് ഈ സംഭവം നടന്നെന്ന് 5-6 മണിക്കൂറോളം ഇയാളെ
ഇത്തരത്തിൽ SDP ഓഫീസർ ഉൾപ്പെടെ തടഞ്ഞു വെച്ച് ക്രൂരമായി മർദ്ദിച്ച് ഇയാളെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ SDP ഓഫീസിൽ നിന്ന് വിട്ടേക്കുന്നത്. ആ സമയത്ത് ഇയാളുടെ സ്വന്തം ഫോണും അതുപോലെ തന്നെ ടാബും അത് ഈ സംഘം കൈക്കലാക്കിയിരുന്നു. ഇയാൾക്ക് ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇയാൾ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ പോലും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അതിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആ ഫോണും ടാബും കണ്ടെത്തുകയായിരുന്നു. ഇത് മുഴുവൻ ഈ ഗുണ്ടകൾ, ഈ സദാചാര ഗുണ്ടകൾ ഇവർ പരിശോധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും റസീനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ആ റസീനക്ക് ഉണ്ടായിരുന്നു. അത് പിതാവിന്റെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. വീട്ടിലെത്തി ആരോടും സംസാരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 3 കുട്ടികളുടെ ഒരു മാതാവാണ് ഇവർ. 40 വയസ്സ് പ്രായമുള്ള ഒരു ആൾ. ഇവർക്ക് ആരോട് സംസാരിക്കണം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ നടക്കണം, ഇതൊക്കെ ചോദിക്കാൻ ആരാണ് ഈ SDP ഇതിൽ പ്രതികളായി ഉൾപ്പെട്ട SDP പ്രവർത്തകർക്ക് അനുമതി നൽകിയത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാൽ SDP സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ സംഭവം. SDP ഈ കേസിൽ തുടക്കത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ അറസ്റ്റിലായവർ 3 പേരും SDP പ്രവർത്തകരാണ്. മാത്രമല്ല ഇനി 3 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. 3 ബൈക്കുകളിലായ 6 പേരാണ് ഈ സംഭവ സമയത്ത് ഇവരെ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയത്. ഇതൊപ്പം നിരവധി ആളുകൾ അവിടെ കൂടിയിരുന്നു. അത് ഈ സംഭവം റസീനെ ആദ്യം ഇവർ വീട്ടിലേക്ക് പറഞ്ഞേക്കായിരുന്നു. പിന്നീട് ഈ യുവാവിനെ ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി അവിടെ മണിക്കൂറുകളോളം ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെയാണ് ഉണ്ടായത്. എന്തായാലും യുവാവിനെ കണ്ടെത്തുക എന്നതാണ് മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ വിചാരണയുടെ ദൃശ്യങ്ങൾ അത് ഈ കേസിൽ ഏറെ നിർണായകമല്ലേ? ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഏകദേശം 10ഓളം ആളുകൾ ആ വിചാരണയിൽ പങ്കെടുക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ച് അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബൈജു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 40 വയസ്സുള്ള യുവതിക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, ആരോടും മിണ്ടണം എന്നുള്ളതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങളിൽ, സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഇവർക്കാരാണ് ലൈസൻസ് കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് 3 പേര് മാത്രമാണ്. പക്ഷേ ഒരു 10ഓളം ആളുകളെങ്കിലും പിടിയിലാവേണ്ടതുണ്ട്. നേരിട്ട് ഇതിൽ പ്രതിപട്ടികയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതല്ലേ? തീർച്ചയായും കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതിൽ ആര്യ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദൃശ്യമാണ്. ഇത് ഈ കഴിഞ്ഞ ദിവസം SDP പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടതാണ്. അതായത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിചാരണ, അതായത് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടില്ല, മധ്യസ്ഥത വഹിക്കാൻ വേണ്ടി തങ്ങളുടെ ഓഫീസിലേക്ക്, SDP പാർട്ടി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതിനായി ഇവർ പുറത്തുവിട്ട ദൃശ്യം ഇവർക്ക് തന്നെ വിനയായിരിക്കുന്നു. കാരണം ഇതിൽ കൃത്യമായ തെളിവായിരിക്കുന്നു. അന്നേ ദിവസം ഈ യുവാവിനെയും യുവതിയുടെ കുടുംബത്തെയും ഒക്കെ ഈ SDP ഓഫീസിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ രീതിയിൽ ഒക്കെ നടന്നു എന്നതിന് ഒരു കൃത്യമായ തെളിവായി മാറുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ. ആ ദൃശ്യത്തിൽ കൃത്യമായി യുവാവിനെ കാണാം, യുവതിയുടെ പിതാവിനെ കാണാം, ഇവരുടെ ബന്ധുക്കളെ കാണാം. അത്തരത്തിൽ വലിയ തോതിൽ ആ ദൃശ്യം, അതിന്റെ ശബ്ദം പരിശോധിച്ചാൽ തന്നെ യുവാവ് കൃത്യമായി പറയുന്നുണ്ട് തന്നെ വലിയ വിഷമത്തിലാക്കുന്നു ഈ സംഭവം. ആ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ യുവാവ് അതിൽ പറയുന്നുണ്ട്. അതിലൊരു ചെറിയ ഭാഗം, അതായത് കൃത്യമായി SDP-കാർ തന്നെയാണ് പുറത്തുവിട്ടത്. അതായത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇയാളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അത് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൃത്യമായി തെളിവായിരിക്കുന്നു. ഈ പാർട്ടി ഓഫീസിൽ ഓർക്കണം 3 മണിക്കാണ് ഈ യുവാവിനെ ഇത്തരത്തിൽ ഇവർ ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്. പിന്നീട് ഇവർ തടങ്കലിൽ ഏകദേശം 6 മണിക്കൂറോളം, അത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ തൊട്ട് സമീപത്തെ ഒരു ഗ്രൗണ്ടിലും അതോടൊപ്പം ഈ പാർട്ടി ഓഫീസിലും മണിക്കൂറുകളോളം പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ആരാണ് ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ ഇടപെടാനും ഇവരെ മർദ്ദിക്കാനും? തൊട്ടടുത്ത്, അതായത് 4 കിലോമീറ്റർ മാത്രം അകലെയാണ് പോലീസ് സ്റ്റേഷനുള്ളത്. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് കഴിഞ്ഞിട്ടും ഈ യുവാവിനെ അവിടുന്ന് വിട്ടയച്ചിട്ടും യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും ഈ പ്രതികൾ കൈക്കലാക്കി യുവാവിനെ അവിടുന്ന് പറഞ്ഞയച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ അറിയിച്ചില്ല? എന്തായാലും SDP-യെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. ഇന്ന് SDP-യുടെ മാർച്ച് ഉണ്ട്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്കാണ്. 11 മണിക്കാണ് മാർച്ച്. അതായത് പോലീസ് തങ്ങളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നു, നിരപരാധികളായവരെ SDP പ്രവർത്തകരെ കേസിൽ കൊടുക്കുന്നു തുടങ്ങിയ ഒക്കെ കാര്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമാണ്. ഈ 3 പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കാം. അതോടൊപ്പം യുവാവിനെ കണ്ടെത്താനുള്ള തീവ്രമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ അന്വേഷണത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാകുന്നത് ഈ കാണാതായി പോയ ആ സുഹൃത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ്.